എല്ലാവർക്കും നമസ്കാരം. കേന്ദ്രമന്ത്രിയാവാനുള്ള മോഹങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കാരണം അവർക്ക് മനസ്സിലായി ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം കേന്ദ്രമന്ത്രി ആവാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാലും വെറും MP മാത്രമേ ആയി നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ല എന്ന് കോൺഗ്രസിൽ നിന്നുള്ള പല നേതാക്കന്മാർക്കും ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് അവർ മെല്ലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ MLA സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്നു. കാരണം ഇവിടെ ഒരു MLA ആയി ജയിച്ചെങ്ങാനെങ്കിലും ജയിച്ച് ഒരു MLA ആയി കഴിഞ്ഞ് കോൺഗ്രസിനെങ്ങാനെങ്കിലും UDF-നെങ്ങാനെങ്കിലും ഭരണം കിട്ടുകയാണെങ്കിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ഒരു മന്ത്രിയെങ്കിലും ആവാം, സംസ്ഥാനത്തെ ഒരു മന്ത്രിയെങ്കിലുമായി കൊടിവെച്ച കാറിൽ ഈ സ്റ്റേറ്റിൽ മൊത്തം കറങ്ങാമെന്ന് അവർക്ക് കോൺഗ്രസ്സുകാർക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. കാരണം അതുകൊണ്ട് അവർക്ക് ഇനി MP സ്ഥാനമൊന്നും വേണ്ട, മെമ്പർ ഓഫ് പാർലമെന്റ് ഒന്നും വേണ്ട, ഇവിടെ കേരളത്തിൽ തന്നെ മതി. അത് വളരെ സ്പഷ്ടമായി ഇന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. മുൻ KPCC പ്രസിഡന്റും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ കണ്ണൂരിൽ നിന്നുള്ള MP ആയ K. സുധാകരൻ, അദ്ദേഹം സീറ്റ് കിട്ടാത്തതുകൊണ്ട് MP ആണ്, ഓൾറെഡി കണ്ണൂരിൽ നിന്നുള്ള MP ആണ്. CPM-ന്റെ ഏതോ ഒരു ജയരാജനെ 1,00,000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ച് ഇവിടുന്ന് ജയിച്ചുപോയ MP ആണ്, കണ്ണൂരിൽ നിന്ന് ജയിച്ചുപോയ MP ആണ്. കാരണം കോൺഗ്രസ് അത്രയും ജനഹൃദയങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണല്ലോ 1,00,000 ചില്ലാനം വോട്ടുകൾക്ക് ജയരാജനെ തോൽപ്പിച്ച് ഭൂരിപക്ഷത്തിൽ 1,00,000 ചില്ലാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയരാജനെ തോൽപ്പിച്ച് MP ആയി പാർലമെന്റിലേക്ക് പോയ ആ MP സ്ഥാനം വേണ്ട, എനിക്കിവിടെ MLA ആയാൽ മതി, എന്നെ MP ആക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് MP-മാർ വേറെ ഉണ്ടെന്നൊക്കെയാണ് നമ്മളെ മാധ്യമങ്ങളും ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയണത്. അതിൽ ഷാഫിയുടെ പേര് വരെ ഉണ്ടെന്നാ പറയണത്. നേരമൊന്നുണയെന്ന് അറിയില്ല. എന്തായാലും K. സുധാകരൻ വളരെ വൈകാരികമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറച്ച് വരികൾ ഞാൻ പ്രേക്ഷകർക്ക് വായിച്ച് കേൾപ്പിക്കാം. കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയ രക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്ന പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരങ്ങളെ കമ്മ്യൂണിസ്റ്റ് കബാലികർ ഉപദ്രവിക്കുന്നത് കണ്ട് നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയറ്റ മുഖമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസ്സുകാരുടെ ത്യാഗഭൂമിയാണ്. അങ്ങനെ പോണു അദ്ദേഹത്തിൻ്റെ വളരെ വൈകാരികമായ ഫേസ്ബുക്ക് പേജ്. എപ്പോൾ വേണമെങ്കിലും ഈ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് പോസ്റ്റ് എപ്പം വേണമെങ്കിലും ഡിലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി വരെ ഇപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേ. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ താഴെ കോൺഗ്രസ്സുകാർ തന്നെ വന്ന് ചോദിക്കണ്ടേ, അതുകൊണ്ടാണല്ലോ അങ്ങേ കണ്ണൂരിൽ നിന്ന് MP ആക്കിയത്, അതുകൊണ്ടാണല്ലോ ഇത്രയും വോട്ടുകളിൽ ഞങ്ങൾക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തെ അങ്ങേ വിജയിപ്പിച്ച് കണ്ണൂരിന്റെ MP ആക്കിയെന്നൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ അതിൽ വന്ന് ചോദിക്കണ്ടേ. ഇത് കോൺഗ്രസിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ കണ്ണൂരിനോടുള്ള ത്യാഗമോ ഒന്നുമല്ല. തനിക്ക് അധികാരത്തിന് വേണ്ടി ഒരു മന്ത്രിയാവണം, സംസ്ഥാന മന്ത്രിയാവണം, അതിനു വേണ്ടിയുള്ളതാണ് ഇത്. കാരണം ജയിച്ച് കോൺഗ്രസിന് UDF-ന് അധികാരം കിട്ടിക്കഴിഞ്ഞാലും
മുഖ്യമന്ത്രി ആവില്ല എന്ന് അറിയാം സുധാകരന്. കാരണം മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചോണ്ട് കോൺഗ്രസിൽ തന്നെ ഒരുപാട് പേരായിരിക്കണം. അപ്പോൾ ആ കുപ്പായം പറ്റില്ല. എങ്ങാനെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മന്ത്രിയാവാമല്ലോ. കാരണം MP ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് MP സ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഉയർച്ച ഉണ്ടാവില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് സുധാകരനെ അറിയാം. സുധാകരനെ എന്നല്ല, ഒട്ടുമിക്ക കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്സുകാർക്കും അറിയാം. അവരാരും പരസ്യമായിട്ട് ആ കാര്യം പറയണില്ല എന്നേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ BJP പുകഴ്ത്തുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് പേടിച്ചിട്ട് അവരതൊന്നും പറയണില്ല. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം കോൺഗ്രസ്സിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു MP അല്ലാതെ അതിൻ്റെ അപ്പുറം പോവില്ല. എന്നാൽ ശരി, ഇവിടെ മത്സരിച്ച് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് ജയിച്ച് എങ്ങാനെങ്കിലും UDF അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഒരു മന്ത്രിയാവാമല്ലോ. ഇതാണ് സംഭവം. നമ്മളെ മാധ്യമങ്ങളൊക്കെ ഇത് ഗംഭീരമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കേണ്ട. എല്ലാ മാധ്യമങ്ങളും കെ സുധാകരന്റെ ഈ പോസ്റ്റ് കണ്ണൂർ ഹൃദയഭൂമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീര ചർച്ച നടത്തിക്കൊണ്ടിരിക്കണ്ടേ. ആരും ആ ചർച്ചയിൽ ഈ സത്യാവസ്ഥ പറയണില്ല. കാരണം കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ MP ആയിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസിൽ നിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ അപ്പുറത്തേക്കൊരു ഉയർച്ച ഉണ്ടാവില്ല. ഇപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം MP സ്ഥാനത്തൊന്നും ഒരു ഉയർച്ച ഉണ്ടാവില്ല എന്നുള്ള സത്യാവസ്ഥ ഒരു മാധ്യമങ്ങളും പക്ഷെ പറയണില്ല. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ടാണ് സുധാകരന് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു സീറ്റ് നേടി, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു സീറ്റ് നേടി ജയിച്ച് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയായി കേരളത്തിൽ കൂടിയെങ്കിലും ഒന്ന് കൊടിവെച്ച കാറിൽ നടക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ്. ഇത് സുധാകരന് ഇനി സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഒരുപാട് MP പിന്നെയും വരുന്നത്. മൊത്തം 18 MP UDF ആ 18 പേരും വരുമെന്ന് മാത്രം നോക്കിയാൽ മതി. എല്ലാവർക്കും നമസ്കാരം.